ഹലോ എവ്രി വൺ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കേരള സാരിയിൽ പിക്ചർ വരച്ചിട്ട് പെയിന്റ് ചെയ്യുന്നതായിരുന്നു കാണിച്ചിരുന്നത്. അപ്പോൾ ഒട്ടും ചിത്രം വരയ്ക്കാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഈസി ഡിസൈൻ ആണ് ഇന്ന് കാണിക്കുന്നത്. പെയിന്റ് ചെയ്യാനുള്ള ഈസിക്ക് വേണ്ടിയിട്ട് ഞാൻ ഫ്രെയിം ഇട്ട് കൊടുക്കാണ്. ഞാനൊരു പ്ലാസ്റ്റിക് ബോട്ടിലിന്റെ അടപ്പ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് റൗണ്ട് ഷേപ്പുള്ള എന്ത് വേണേലും എടുക്കാം. ജസ്റ്റ് നമുക്ക് റൗണ്ട് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ അക്രിലിക് കളേഴ്സ് എടുത്തിട്ടുണ്ട്. 3 കളേഴ്സ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണേൽ കൂടുതൽ കളേഴ്സ് എടുക്കാം. അങ്ങനെ ആവുമ്പോൾ ബ്ലൗസ് ചൂസ് ചെയ്യുന്ന സമയത്ത് അതിലുള്ള ഏത് കളർ വേണേലും ചൂസ് ചെയ്യാം. പെയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു ഫ്ലാറ്റ് ബ്രഷ് കൂടി എടുത്തിട്ടുണ്ട്. പെയിന്റ് ചെയ്യുന്നതിന് മുമ്പ് ഇതിനടിയിലായിട്ട് ഒരു പേപ്പർ വെച്ച് കൊടുക്കണം. പെയിന്റ് ചെയ്യാൻ തുടങ്ങാം. ഫസ്റ്റ് ഈ അടപ്പിന് മുകളിൽ ബ്രഷ് വെച്ചിട്ട് പെയിന്റ് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിന്റെ അടപ്പ് തുണിയിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇപ്പൊ ഇവിടെ റൗണ്ട് ഷേപ്പ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണേൽ ഒറ്റ ഒറ്റ റൗണ്ടുകളായിട്ട് ചെയ്തെടുക്കാം. ഞാൻ 3 റൗണ്ടുകൾ ഒന്നിച്ചു വരുന്ന ഒരു ഡിസൈൻ ആണ് ചെയ്യുന്നത്. ഇനി റൗണ്ടിന്റെ ഉള്ളിലായിട്ട് പെയിന്റ് ഫില്ല് ചെയ്ത് കൊടുക്കാം. വേറൊരു കളർ എടുക്കുന്ന സമയത്ത് ഈ ബ്രഷും അടപ്പും നന്നായിട്ട് കഴുകിയിട്ട് വെള്ളം ഒപ്പിയതിനു ശേഷമാണ് അടുത്ത കളർ അപ്ലൈ ചെയ്യേണ്ടത്. നിങ്ങൾ ഈ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഒന്നുകിൽ ഇതുപോലെ താവ് ഭാഗത്ത് കുറച്ച് അടുത്തടുത്തായിട്ട് പല കളേഴ്സിൽ ഡിസൈൻ ചെയ്തെടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഫുള്ളായിട്ട് സ്പ്രെഡ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ കുറച്ച് അധികം ഗ്യാപ്പ് വിട്ടിട്ട് നിങ്ങൾക്ക് ഫുള്ളായിട്ട് ചെയ്തെടുക്കാം. പെയിന്റ് ചെയ്തതിനു ശേഷം മിനിമം 2 മണിക്കൂറെങ്കിലും ഇത് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെക്കണം. നിങ്ങൾക്ക് ഈ ഡിസൈൻ കുറച്ചുകൂടി ഭംഗിയാക്കണമെന്നുണ്ടെങ്കിൽ ഈ റൗണ്ടിന് ചുറ്റും ബീഡ്സ് വെച്ചിട്ട് ഹാൻഡ് വർക്ക് ചെയ്തെടുക്കാം. ബീഡ്സ് വർക്ക് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ ഞാൻ കുറെ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. അപ്പൊ അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.